രോഗശാന്തികളുടെ വരമെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും കർത്താവായ യേശുവിന്റെ കാര്യം പോട്ടെ, സർവശക്തനാണല്ലോ, കൃപാവരം ഉപയോഗിച്ച് സൗഖ്യമാക്കിയ പുതിയ നിയമകാലത്തെ രോഗശാന്തികളെല്ലാം ശ്രദ്ധിച്ചാൽ, രോഗശാന്തികളെല്ലാം പരിശോധിച്ചാൽ ഏതു തരത്തിലുള്ള രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്തത്? കൺജനറ്റൽ ഡിസീസുകൾക്ക്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾ. രണ്ട് തരത്തിൽ രോഗങ്ങളുണ്ട്. ഒന്ന് കൺജനറ്റൽ ഡിസീസ്, ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾ. ഈ ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് സൗഖ്യം നൽകാൻ കഴിയുന്ന ഡോക്ടർമാർ എവിടെയെങ്കിലും ഉണ്ടോ? ജന്മനാ ഉള്ള രണ്ട് കാലും മുടന്തനായ ഒരാൾക്ക്, രണ്ട് കണ്ണും കുരുടനായ ഒരാൾക്ക്, രണ്ട് കാതും കേൾക്കാൻ കഴിയാത്ത ചെകിടനായ ഒരാൾക്ക്, സംസാരിക്കാൻ കഴിയാത്ത ഒരു ഊമന് സൗഖ്യം കൊടുക്കുന്ന ചികിത്സാ രീതികളില്ല. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലന്മാര് നടത്തിയതായ സൗഖ്യങ്ങൾ, ഇദ്ദേഹം പറയുന്നത് ജന്മനാ ഉള്ള രോഗങ്ങൾ മാത്രമാണ് രോഗശാന്തി വരുത്താൽ സൗഖ്യമാക്കേണ്ടത്, അല്ലാതെയുള്ള രോഗങ്ങളൊന്നും സൗഖ്യമാക്കത്തില്ല. തിരുവെഴുത്ത് നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു, യേശു കുനിഞ്ഞ് ശാസിച്ചു, അവളുടെ ജ്വരം അവളെ വിട്ടുമാറി, അവൾ അവർക്ക് ശുശ്രൂഷ ചെയ്തു. ജന്മനാ അവൾക്ക് പനിയായിരുന്നു. ഒരുപക്ഷെ ആയിരുന്നിരിക്കാൻ ബ്രദറന്മാർ പണ്ഡിതന്മാരാണ്ട് എതിർക്കാൻ പറ്റത്തില്ല. ദ്വീപ് പ്രമാണിയായ പുബ്ലിയോസിന്റെ അപ്പൻ അതിസാരവും ജ്വരവും പിടിച്ച് കിടക്കായിരുന്നു. പൗലൂസ് ചെന്നു പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ദ്വീപുകാർ അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. പൗലൂസിന്റെ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഈ ജന്മനാ അതിസാരമായിരുന്നോ? ബ്രദറുകാരെന്ന് പറയുന്നത് നല്ലതായിരിക്കും. 12 വർഷം രക്തസ്രാവമുള്ളൊരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവർക്ക് ജന്മനാ രക്തസ്രാവമായിരുന്നു. അതോ 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയാതെ കാര്യമായ കാര്യങ്ങൾ പറയുക.